നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ സുരക്ഷയെയും സംരക്ഷയെയും കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയരുന്നു. മുസ്ലിം സമുദായത്തിലെ വ്യക്തികളുടെ കൂട്ടം ചേർന്ന് നടത്തിയ ഈ ആക്രമണങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് രോക്ഷവും നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനവും ഉയർത്തിയിട്ടുണ്ട്. പൂനെയിലെ ലോഹ്യ നഗറിൽ നടന്ന അസ്വസ്ഥജനകമായ ഒരു സംഭവത്തിൽ ആദർശ് ഭാരത് ഹനുവാദെ എന്ന മദാങ് ഹിന്ദു ദളിത് യുവാവിനെ ജൂലൈ 3 ഇസ്ലാമിസ്റ്റുകൾ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അക്രമികൾ ദളിത് സമുദായത്തെ പ്രദേശത്ത് നിന്ന് പുറത്താക്കി അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അക്രമികളെ സംരക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും കുറ്റകൃത്യം മറച്ചുവെക്കുകയും ചെയ്തെന്നാരോപിച്ചാണ് പൂനെ സിറ്റി പോലീസ്. സംഭവത്തിൽ പ്രതിഷേധം ഉയരുകയും വിവിധ കോണുകളിൽ നിന്ന് നീതി ലഭിക്കണമെന്ന മുറവിളി ഉയരുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ പൂനെ സിറ്റി പോലീസ് ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. ജൂലൈ 29 മഹാരാഷ്ട്രയിലെ നന്ദേഡ് മേഖലയിലെ ശ്രീനഗർ പ്രദേശത്ത് 20-25 മുസ്ലിം യുവാക്കളുടെ സംഘം 4 ഹിന്ദു വിദ്യാർത്ഥികളെ ആക്രമിച്ചു. ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയം വിദ്യാർത്ഥികൾ ആഘോഷിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. ഇരകളുടെ വാടക അപ്പാർട്ട്മെന്റിൽ അക്രമികൾ ബലമായി കയറി വടികളും ഇരുമ്പു വടികളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. മഹാരാഷ്ട്രയിലെ നന്ദേഡ് മേഖലയിലെ ശ്രീനഗർ പ്രദേശത്ത് 20-25 മുസ്ലിം യുവാക്കളുടെ സംഘം 4 ഹിന്ദു വിദ്യാർത്ഥികളെ ആക്രമിച്ചു. ഇന്ത്യയുടെ T20 ലോകകപ്പ് വിജയം വിദ്യാർത്ഥികൾ ആഘോഷിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. ജൂൺ 27 ഒരു ഹിന്ദു യുവതിയെ ശല്യപ്പെടുത്തുകയും നിശബ്ദയാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിന് ഷെഹ്സാദ് ഷെയ്ഖിനെതിരെ തന്നെ പോലീസ് FIR ഫയൽ ചെയ്തു. കഴിഞ്ഞയാഴ്ച താനെയിലെ മുസ്ലിം ആധിപത്യമുള്ള ഹുർജി ദർഗയിലാണ് സംഭവം. പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദു യുവതിയെയാണ് പ്രതികൾ പീഡിപ്പിച്ചത്. യുവതി അടുത്തുള്ള ക്ഷേത്രത്തിൽ അഭയം തേടിയപ്പോൾ 100-150 മുസ്ലിങ്ങൾ ചെരുപ്പ് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും പോലീസിൽ പരാതി നൽകുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തിയിട്ടും ഹിന്ദു സമൂഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് പ്രതിയെ പോലീസ് പിടികൂടി. ജൂൺ 27 പൂനെ സിറ്റി പോലീസ് ഇജാസ് ഷെയ്ഖ്, അഫ്രീദി ഷെയ്ഖ്, സാദിഖ് ഷെയ്ഖ്, ഉമേഷ് ഭദ്ദാരി എന്നിവർക്കെതിരെ മദാങ് സമുദായത്തിൽ നിന്നുള്ള 19-കാരിയായ ഹിന്ദുവിനെ ക്രൂരമായി ആക്രമിച്ചതിന് FIR ഫയൽ ചെയ്തു. ജൂൺ 26 പുലർച്ചെ 1:10 സംഭവം നടന്നത്. പ്രതികൾ ഇരയെ വാളുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തു. ജൂൺ 24 മഹാരാഷ്ട്രയിലെ പൂനെയിലെ ഘടക് പോലീസ് സ്റ്റേഷൻ ഒരു ഹിന്ദു ദളിതിനെ ആക്രമിച്ചു. തൽഫലമായി തള്ളവിരലിന് ഒടിവുണ്ടാവുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുമായി ദ്രാവിഡയുടെ ബന്ധമുണ്ട് എന്ന് പറയുന്നുണ്ടായെന്നും ഈ മേഖലയിലെ ഇസ്ലാമിസ്റ്റുകാർക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ഹിന്ദു ദളിത് പ്രവർത്തകൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവുമാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്നും കരുതപ്പെടുന്നു. ഈ സംഭവങ്ങളിൽ ആക്രമികൾക്ക് എതിരെ വിവിധ കോണുകളിൽ നിന്ന് രോക്ഷവും നീതിക്ക് വേണ്ടിയുള്ള ആഹ്വാനവും ഉയർന്നിട്ടുണ്ട്.